So man is a social animal and he lives in the society and he must have the contact with other person. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യൻ ഒറ്റയ്ക്കല്ല താമസിക്കുന്ന സമൂഹത്തിലാണ്. അത് സമൂഹത്തിലുള്ള മറ്റൊരു വ്യക്തിയുമായി ബന്ധപ്പെടാനുള്ള വളരെ എളുപ്പമുള്ള മാർഗം അയാളുമായി സംസാരിക്കുക എന്നുള്ളതാണ്, അയാളുമായി ആശയവിനിമയത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. സോ വി ഹാവ് ടു മേക്ക് സം അറേഞ്ച്മെൻറ്റ് വിത്ത് ദം, മീൻസ് അയാളുമായിട്ട് ചില അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? സോ അവർ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം, ഡയലോഗ് ബിറ്റ്വീൻ ദം ഓർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദം മസ്റ്റ് ബി എ ഗുഡ് വൺ. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഗ്രീറ്റിംഗ്സ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഗ്രീറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുക, ആശംസകൾ അർപ്പിക്കുക. ആശംസകളും അഭിവാദ്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ അതിനുള്ള ആശീർവാദം, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോർമാലിറ്റിയാണ്, ഫോർമാലിറ്റി എന്നാണ് പറയാം. പക്ഷേ ആക്ച്വലി ഇറ്റ് മേക്സ് ഗുഡ് contact with them, means it makes good this some type of the contact. That means the person who gives particular deliver particular this greetings to others, he must, that the listener must get some power, means positive energy, and he is considered or am considered എന്നുള്ള ഒരു ഇത് കിട്ടും. ഞാൻ പരിഗണിക്കപ്പെടുന്നു എന്നുള്ളൊരു പോസിറ്റീവ് എനർജിയാണ് നമ്മൾ കിട്ടുന്നത്. ഒരാൾ ഗ്രീറ്റിംഗ്സ് എന്ന് ഒരാൾ നമ്മൾ ഗ്രീറ്റ് ചെയ്യുമ്പോൾ, യെസ് ഗുഡ് മോർണിംഗ് എന്നൊരാൾ പറയുമ്പോൾ അത് നമ്മൾ പറയുമോ സ്വാഭാവിക ഒരു വെറും വാക്കാണ് ഗുഡ് മോർണിംഗ്, ഫോർമാലിറ്റിയാണെന്ന് പറയും. പക്ഷേ ആക്ച്വലി നമ്മൾ വ്യക്തി ജീവിതത്തിൽ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് മറ്റുള്ളവരെ ബന്ധപ്പെടുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളിലും അതുപോലെ പറയുന്ന ആളുകളിലും അതുപോലെ കേൾക്കുന്ന ആളുകളിലും ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി വലുത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും അയാൾക്ക് ഈ മനുഷ്യനോട് അടുക്കാനും ആ മനുഷ്യന് ഈ വ്യക്തിയോട് വളരെയധികം ഒരു ബന്ധപ്പെടാനും സാധിക്കുന്നു. ഇതിനാണ് നമ്മൾ ഗ്രീറ്റിംഗ്സ് എന്ന് പറയുന്നത്. ഹൗ ടു മേക്ക് ഗ്രീറ്റിംഗ്സ്. യെസ്, ഫോർമൽ ഗ്രീറ്റിംഗ്സ് ആൻഡ് ഇൻഫോർമൽ ഗ്രീറ്റിംഗ്സ് ഉണ്ട്. നമ്മൾ ഒരു വ്യക്തിക്ക് അനുസരിച്ച് നമ്മളുള്ള ബന്ധത്തിനനുസരിച്ചാണ് നമ്മൾ ആ ഗ്രീറ്റിംഗ്സ്, നമ്മളുടെ ആ അഭിവാദ്യവും പ്രത്യാഭിവാദ്യവും ബന്ധപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ ഒരാൾ ഹായ് എന്ന് നമ്മളോട് പറയുകയാണ്, ഹായ് എന്ന് നമ്മൾ പറയുന്നത് നമ്മളെ ഈക്വലായിട്ടുള്ള ഒരു ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ഒക്കെ. അപ്പോൾ അയാൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ പറയും ഹായ്, ഓക്കെ ദാറ്റ്സ് ഓൾ, ഹായ് എന്നാണ് തിരിച്ച് പറയുന്നത്. യെസ്, അടുത്തത് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്നയാൾ പറയുമ്പം സ്വാഭാവികമായിട്ട് നമ്മൾ പറയുമ്പോൾ അയാളും തിരിച്ചും ഇങ്ങോട്ട് ഗുഡ് മോർണിംഗ് എന്ന് തന്നെയാണ് പറയും. അപ്പം ഗുഡ് മോർണിംഗ് എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ ഗ്രീറ്റിംഗ്സ് ആണ്. സോ യെസ്, നെക്സ്റ്റ് ഹലോ. ഹി വിൽ ടെൽ ഹലോ. യെസ്, ഹി ഗിവ്സ് ഹലോ. ഹൗ ആർ യു? യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹൗ ആർ യു. നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കുകയാണ് ഹൗ ആർ യു. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ വരും. അപ്പം ഐ ആം ഫൈൻ, എനിക്ക് സുഖമാണ്. യെസ്, നിങ്ങൾക്ക് എങ്ങനെയുണ്ട് കുഴപ്പമില്ല എന്നാണ് നമ്മളിപ്പോൾ അങ്ങനെ പോണു എന്ന് പറയുന്ന പോലെ ഇംഗ്ലീഷിൽ ഐ ആം ഫൈൻ എന്ന് പറയും. സോ ഹൗ ആർ യു, ഐ ആം ഫൈൻ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് അടുത്തത് നമ്മൾ വെൻ വി ആർ പാർട്ടിങ് ഓർ വെൻ വി ആർ ലിവിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് വി സി ദറ്റ് ഗുഡ് നൈറ്റ്. രാത്രി കാണുമ്പോൾ പറയുന്നതല്ല, മറിച്ച് രാത്രി കാണുമ്പോഴാണെങ്കിൽ നമ്മൾ ഗുഡ് ഈവനിങ് തന്നെയാണ് പറയുക. അപ്പോൾ അയാൾ തിരിച്ചും ഗുഡ് ഈവനിങ് എന്ന് പറയും. സോ ഗുഡ് നൈറ്റ് എന്ന് പറയും നമ്മൾ പിരിഞ്ഞു പോകുമ്പോഴാണ് ഗുഡ് നൈറ്റ്. അപ്പം ഹി വിൽ ഓൾസോ ടെൽ ഗുഡ് നൈറ്റ്. ഇത് ഒരു ഫോർമൽ ലാംഗ്വേജ് ആണ്. നമ്മളിപ്പം യഥാർത്ഥത്തിൽ ഒരു ഔപചാരികത ഇല്ലാതെ തന്നെ പറയുന്നതാണ്. കാരണം നമ്മളിപ്പോൾ എൻ്റെ സുഹൃത്തിനോടാണ് പറയുന്നത്, നമ്മൾ ഹായ് ഗുഡ് മോർണിംഗ് ഓർ ഗുഡ് മോർണിംഗ് സർ, ഗുഡ് മോർണിംഗ്. ഹി വിൽ ഓൾസോ ടെൽ ഗുഡ് മോർണിംഗ്. സോ ഹലോ, ഹൗ ആർ യു, ഐ ആം ഫൈൻ, ആൻഡ് ഗുഡ് നൈറ്റ്. ഹി വിൽ ഓൾസോ ടെൽ ഗുഡ് നൈറ്റ്. യെസ്, എന്താണ് ഗ്രീറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറ്റ്സ് ഓൺലി ഫോർ ഫോർമാലിറ്റീസ്. ഇറ്റ് ഈസ് ഓൺലി ഫോർ ഫോർമാലിറ്റീസ്. ഔപചാരികതയ്ക്ക് വേണ്ടിയുള്ളതാണ്, ഔപചാരികതയാണ്. ഔപചാരികത എന്നാണ് ഫോർമാലിറ്റി എന്ന വാക്കിനർത്ഥം. പക്ഷേ അത് നമ്മളുണ്ടാക്കുന്ന ഗുണം അല്ലെങ്കിൽ മറ്റു കേൾക്കുന്ന ആളുകളുണ്ടാക്കുന്ന ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി, ഒരു നല്ല ഗുണപരമായ ഒരു ഊർജം, അത് വലിയൊരു കാര്യം തന്നെയാണ്. സോ ഗ്രീറ്റിംഗ്സ് എങ്ങനെയാണ് ഗ്രീറ്റ് ചെയ്യുക, മറ്റുള്ളവർ ഗ്രീറ്റ് ചെയ്യുക. ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രീറ്റിംഗ്. ഹായ് ഒരാളെ കാണുമ്പോൾ നമ്മൾ പറയുന്നത് അത് ഗ്രീറ്റിംഗ്സ് ആണ്. അതുപോലെ നമ്മൾ ഹലോ. അപ്പം ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് അയാളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു കാര്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. യെസ്, ഗ്രീറ്റിംഗ്സ്.